സാമൂഹ്യശാസ്ത്രം പഠനവും ബോധനവും പ്രകടനം DLEDൻ്റെ സോഷ്യൽ സയൻസിൻ്റെ പെർഫോമൻസിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. അതോരോ വ്യക്തികൾക്കും വ്യത്യസ്ത രീതിയിലേക്കും ടോപ്പിക് കിട്ടുക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെമിനാർ റിപ്പോർട്ടാണിത്. സെമിനാർ എനിക്ക് കിട്ടിയ വിഷയം ഡൽഹി അധികാര കേന്ദ്രമാക്കിയ സാമ്രാജ്യങ്ങൾ. ഡൽഹി അധികാര കേന്ദ്രമാക്കിയ സാമ്രാജ്യങ്ങൾ. അതിൽ വ്യത്യസ്ത സാമ്രാജ്യങ്ങളുണ്ട്. അതിൽ മുഗൾ സാമ്രാജ്യത്തിൽ വരുന്ന കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ആസൂത്രണം, ആമുഖം ഇതൊക്കെ തയ്യാറാക്കണം. ആസൂത്രണം എന്ന് ഹെഡിങ് കൊടുക്കുക. സാമൂഹ്യശാസ്ത്രം പഠനവും ബോധനവും എന്ന വിഷയത്തിൻ്റെ ഭാഗമായി 2022 ഓഗസ്റ്റ് 24 അത് ഏത് ഡേറ്റാന്ന് വെച്ചാൽ അത് എഴുതാം. അധ്യാപികയായ അനിത ടീച്ചറുടെ നേതൃത്വത്തിൽ യൂണിറ്റ് 3 സാമൂഹ്യശാസ്ത്ര പാഠ്യപദ്ധതി വിശകലനം എന്ന പാഠഭാഗത്തിലെ ഡൽഹി അധികാര കേന്ദ്രമാക്കിയ സാമ്രാജ്യങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു സെമിനാർ നടത്താൻ തീരുമാനിച്ചു. അതിലൊരു മോഡറേറ്റർ വേണം. അപർണയെയാണ് മോഡറേറ്റർ ആയി തിരഞ്ഞെടുത്തത്. സ്വാഗതം പറയുന്നതിനായി ജിഷയെയും നന്ദി പറയുന്നതിനായി അനയയെയും തീരുമാനിച്ചു. അതിനെ തുടർന്ന് സെമിനാർ അവതരണത്തിനായി കുറച്ച് കുട്ടികളെ തിരഞ്ഞെടുത്തു. അവരുടെ പേര്, വിവരങ്ങൾ എഴുതാം. എന്നിട്ട് എഴുതാം, പേരെഴുതി കഴിഞ്ഞിട്ട് എഴുതാം. എന്നിവരെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഡൽഹി അധികാര കേന്ദ്രമാക്കിയ സാമ്രാജ്യങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ അവതരണത്തിനായി അടിമവംശം എന്ന ഒരു വംശത്തിൻ്റെ പേരെഴുതാം. എനിക്ക് ലഭിച്ചു എന്നിട്ട് എഴുതാം. അടുത്തത് ആമുഖം എന്ന് ഹെഡിങ് കൊടുത്തത് അറബികളും ഭാരതീയരും തമ്മിലുള്ള വാണിജ്യ സാംസ്കാരിക ബന്ധങ്ങൾ ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിനു മുമ്പ് തന്നെ ആരംഭിച്ചിരുന്നു. AD 7-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം മതം അറേബ്യയിൽ സ്ഥാപിക്കപ്പെട്ടപ്പോൾ ഇന്ത്യയുമായുള്ള സമുദ്ര വ്യാപാരം അറബികൾ ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു. AD 1206 മുതൽ 1526 വരെയുള്ള കാലഘട്ടം ഇന്ത്യ ചരിത്രത്തിൽ ഡൽഹി സുൽത്താനേറ്റ് കാലം എന്ന പേരിൽ അറിയപ്പെടുന്നു. 3 നൂറ്റാണ്ടിലേറെ നീണ്ടുനിന്ന സുൽത്താൻ ഭരണകാലത്ത് 5 രാജവംശങ്ങൾ ഡൽഹി ഭരിക്കുകയുണ്ടായി. ആദ്യകാല ഡൽഹി സുൽത്താനേറ്റ് അടിമവംശം, മംലൂക്ക് വംശം, പിന്നെ ഖിൽജി വംശം, തുഗ്ലക്ക് വംശം, സയ്യിദ് വംശം, ലോധി വംശം എന്നിവയാണ്. 1526 മുതൽ 1857 വരെയാണ് മുഗൾ സാമ്രാജ്യം. മുഗളർ കാര്യക്ഷമമായ ഒരു ഭരണ സംവിധാനം രൂപപ്പെടുത്തിയിരുന്നു. മുഗൾ ഭരണത്തിൻ്റെ മുഖ്യ ശില്പി അക്ബറാണ്. പേർഷ്യൻ, അറബിക് ഭരണ സംവിധാനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഭരണവ്യവസ്ഥയാണ് അദ്ദേഹം ആവിഷ്കരിച്ചത്. ഇനി മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഓരോരുത്തരെ ഇതാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങൾ സെമിനാർ എടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് എഴുതുക. ബാബറിന് ഹെഡിങ് കൊടുക്കുക. 1526 1530 കാലഘട്ടം എഴുതുക. മുഗൾ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായ ബാബർ മധ്യേഷ്യയിലെ ഫർഗാന എന്ന രാജ്യത്തിലെ ഭരണാധികാരിയായിരുന്നു. മാതാവുമായി ചെങ്കസ് ഖാൻ്റെയും പിതാവ് വഴി തിമൂറിൻ്റെയും പിൻഗാമിയായ അദ്ദേഹം 14-ാമത്തെ വയസ്സിലാണ് രാജ്യഭാരം ഏറ്റെടുത്തത്. തൻ്റെ പൂർവികന്മാരുടെ രാജ്യമായ സമർഖണ്ഡ് പിടിച്ചെടുക്കുകയായിരുന്നു ബാബറിൻ്റെ മുഖ്യ ലക്ഷ്യം. ഇന്ത്യ ആക്രമിക്കാൻ ബാബറിനെ പ്രേരിപ്പിച്ച മുഖ്യഘടകം ഇന്ത്യയിലെ അളവറ്റ സമ്പത്തും വിഭവങ്ങളുമായിരുന്നു. ഇന്ത്യ സ്വർണത്തിൻ്റെയും സമ്പത്തിൻ്റെയും നാടാണെന്ന് ബാബർ കേട്ടറിഞ്ഞിരുന്നു. അവ കൈക്കലാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഇന്ത്യ ചരിത്രത്തിലെ നിർണായകമായ യുദ്ധങ്ങളിലൊന്നാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം പരിഗണിക്കപ്പെടുന്നത്. 1526 ഏപ്രിലാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത്. സ്വയം വിലയിരുത്തൽ. സാമൂഹ്യശാസ്ത്രം പഠനവും ബോധനവും എന്ന വിഷയത്തിൽ ഡൽഹി അധികാര കേന്ദ്രമാക്കിയ സാമ്രാജ്യങ്ങൾ എന്നതിൽ
മുഗൾ സാമ്രാജ്യം എന്ന ഭാഗമാണ് എനിക്ക് ലഭിച്ചത്. ഈ പാഠഭാഗം അവതരണത്തിനായി സാമൂഹ്യ മാധ്യമങ്ങളെ ഞാൻ ഉപയോഗപ്പെടുത്തിയത്. അതിൽ നിന്നും ധാരാളം ആശയങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞു. ഈ വിഷയ സംബന്ധമായുള്ള പഠന നേട്ടം പൂർണ്ണമായി ആർജിക്കാൻ എനിക്ക് സാധിച്ചിരുന്നു. എൻ്റെ പ്രവർത്തനം പൂർണ്ണതയോടെ ചെയ്യുന്നതിന് കഴിയുകയും ഇനി വരുന്ന പ്രവർത്തനങ്ങളും അവതരണവും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി ശ്രമിക്കും. ചരിത്ര പ്രാധാന്യമുള്ള ഡൽഹിയിലെ മുഗൾ വംശത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ഭരണ സംവിധാനങ്ങളെക്കുറിച്ചും നല്ല രീതിയിൽ ആശയങ്ങൾ അവതരിപ്പിക്കാനായി എനിക്ക് സാധിച്ചു എന്ന് ഇങ്ങനെ എഴുതി ചേർക്കുക ലാസ്റ്റത്തത്.